കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് എവ്രിവൺ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MEC 203 MA എക്കണോമിക്സ്. MEC 203 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന കോഴ്സിന്റെ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്ത് അതുപോലെ ചേഞ്ചിങ് പാറ്റേൺ കൂടെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ വൺസ് അഗൈൻ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. MEC 203 എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഒരു കോഴ്സാണ്. ഈ ഒരു കോഴ്സിനെ നമുക്ക് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടേമിന്റെ എക്സാമിനേഷനേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിവിടെ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അനലൈസ് ചെയ്തിട്ടുള്ളത്. ജൂൺ 2024, ഡിസംബർ 2024, ജൂൺ 2025 ആൻഡ് ഡിസംബർ 2025. ഇതിനകത്ത് നമുക്ക് എക്സാം പാറ്റേണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ഏതൊക്കെയാണ് ഹൈ ടോപ്പിക്സ്, പ്രയോറിറ്റി ഏതൊക്കെ ടോപ്പിക്സിന് കൊടുക്കണം, കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള 2 ഫുൾ പ്രിഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ആൻസറിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ അത് എഴുതണം ആൻഡ് എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതും കൂടെ നോക്കുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ പഠിക്കാൻ മേ ബി സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റിവിഷൻ ടൈമിലായിരിക്കും. ഏതൊരു ലെവലിലാണേലും നിങ്ങൾക്ക് ഈ ഒരു ഗൈഡ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് എക്സാം നല്ല കോൺഫിഡൻസിൽ അറ്റൻഡ് ചെയ്യാനും അതുപോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. സോ ഫോക്കസ് ചെയ്തിരിക്കുക. ഹൗ ടു യൂസ് ദിസ് ഡെക്ക്. നിങ്ങളുടെ ഈ കറണ്ട് പ്രിപ്പറേഷൻ ലെവൽ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളുടെ ഒരു പാത്വേ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. 3 ലെവൽ ഓഫ് കാറ്റഗറിയാണ് ഉണ്ടാവുക പ്രിപ്പറേഷനിൽ. ഒന്ന് ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്നവരായിരിക്കാം, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റിവിഷൻ ടൈമിലുള്ളവരായിരിക്കും, ആൻഡ് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫുൾ പഠിച്ചു കഴിഞ്ഞ് എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും. ആൻഡ് ഇതിൽ ഏതാണ് നിങ്ങളുടെ പാത്വേ എന്നുള്ളത് നിങ്ങളൊന്ന് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ആണ് നോക്കാൻ പോകുന്നത്. എക്സാം നിങ്ങൾക്ക് 100 മാർക്സിനാണ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് 100 മാർക്സിനാണ് ഉണ്ടാവുക. ആൻഡ് 3 hours ആണ് ഡ്യൂറേഷൻ ഉണ്ടാവുക. സെക്ഷൻ എയും സെക്ഷൻ ബിയും ഉണ്ടാവും. സെക്ഷൻ എയിൽ 40 മാർക്സ് ആണ് ക്യാരി ചെയ്യുക ആൻഡ് സെക്ഷൻ ബിയിൽ 60 മാർക്സ്. സെക്ഷൻ എയിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 2 എണ്ണമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ ഓരോന്നിനും 20 മാർക്സ് വീതമായിരിക്കും ഉണ്ടാവുക. അതിൽ തന്നെ A, B, C എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ പാർട്സ് ഉണ്ടാവും. അതുപോലെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് തിയറിയും ഡെറിവേഷൻസും ആണ് ഉണ്ടാവുക. ഇനി 60 മാർക്സിന് ബി സെക്ഷനിൽ വരുന്നത് 7 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിങ്ങൾക്ക് 5 അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ഓരോന്നിനും 12 മാർക്സ് വീതമായിരിക്കും ഉണ്ടാവുക. ആൻഡ് അതിൽ വരുന്നത് ഡെറിവേഷൻസും ന്യൂമറിക്കൽ പ്രോബ്ലംസും പിന്നെ ബ്രീഫ് ഡെഫിനിഷൻസ് ഒക്കെയാണ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് 2 സെക്ഷനിലും ഉണ്ടാവും. എസ്പെഷ്യലി ഉണ്ടാവാറ് ക്രാമേഴ്സ് റൂൾ, ഐഗൻ വാല്യൂ, ലഗ്രേഞ്ച്, ഒപ്റ്റിമൈസേഷൻ, ഇന്റഗ്രൽസ് ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഫോർമുല, ഈ ഭാഗത്തു നിന്നൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം പേപ്പർ സ്ട്രക്ചർ ആണ്. നമുക്ക് കൂടുതലായിട്ട് ഏത് ഭാഗത്തുനിന്ന് ചോദിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് എത്ര % ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ 28% ചോദിച്ചിട്ടുള്ളത് കാൽക്കുലസ് ആൻഡ് റിയൽ അനാലിസിസിൽ നിന്നാണ്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 22% ആണ് മെട്രിക്സ്, ഓൾജിബ്ര ആൻഡ് വെക്ടേഴ്സിൽ നിന്നാണ്. നെക്സ്റ്റ് 20% ആയിട്ട് 2 ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രോബബിലിറ്റി ആൻഡ് സ്റ്റേറ്റ്സ്, ഒപ്റ്റിമൈസേഷൻ എന്നുള്ള 2 ടോപ്പിക്സിൽ നിന്നാണ്. നെക്സ്റ്റ് 10% ചോദിച്ചിട്ടുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഡൈനാമിക്സിൽ നിന്നാണ്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു പോവേണ്ടത്.
ഇനി ഹൈ yield ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹൈ yield, മീഡിയം yield, ലോ yield എന്ന് പറഞ്ഞിട്ട് 3 കാറ്റഗറി ഉണ്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഹൈ yield വരുന്നത് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മീഡിയം yield എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് അപ്പിയറൻസ് ആണ്. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയം yieldും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ലോ yield എന്ന് പറയുന്നത് അപ്പിയർ ഒക്കേഷണലി ആണ്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ, നിങ്ങൾക്ക് നല്ലൊരു പെർസെൻറ്റേജ് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മെൻസിലാണ് പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈ yield മസ്റ്റ് ആയിട്ടും പഠിച്ചു പോവേണ്ടതുണ്ട്. നിങ്ങൾക്ക് ലോ yield ഒഴിവാക്കാവുന്നതാണ്. ആൻഡ് നമുക്ക് ഓരോ യൂണിറ്റ്സിന്റെയും ഇമ്പോർട്ടൻസ് നോക്കാം. ഓരോ യൂണിറ്റ്സിലും എത്ര തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. യൂണിറ്റ് 1 ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഓഫ് മാത്തമാറ്റിക്സിൽ നിന്നും ഇതുവരെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, 0 ഫ്രീക്വൻസി ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മളത് ലോ yield കൊടുത്തേക്കുന്നത്. നിങ്ങൾ സ്റ്റാർസ് നോട്ട് ചെയ്യുക. ലോ yield എന്ന് പറയുന്നത് 1 സ്റ്റാർ ആണ്, ഹൈ yield എന്ന് പറയുന്നത് 3 സ്റ്റാർസ് ആണ്, ആൻഡ് മീഡിയം yield എന്ന് പറയുന്നത് 2 സ്റ്റാർസ് ആണ്. യൂണിറ്റ് 2 ഓവർവ്യൂ ഓഫ് ബേസിക് മെത്തേഡ്സ് ഓഫ് മാത്തമാറ്റിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ചില്ല, അതും നമ്മൾ ലോ yield ആയിട്ടാണ് കണക്കാക്കുന്നത്. യൂണിറ്റ് 3 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, സോ അതും ലോ yield ആയിട്ടാണ് കണക്കാക്കുന്നത്. യൂണിറ്റ് 4 കോർഡിനേറ്റ് ജിയോമെട്രി ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് ഫങ്ഷൻ, അവിടെ നിന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതും ലോ yield ആയിട്ട് തന്നെ കണക്കാക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 5 മെട്രിക്സ് ഓൾജിബ്ര, ക്രാമേഴ്സ് റൂൾ, റാങ്ക്, ഓർത്തഗണൽ, ഐഡംപൊട്ടന്റ് എന്ന ഭാഗത്തിൽ നിന്നും 4 തവണയാണ് ഫ്രീക്വന്റ് ആയിട്ട് ഈ ഒരു 4 ടേം ആൻഡ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഡിസംബർ 2025 അതുകൊണ്ട് തന്നെ അത് ഹൈ yield കൊടുത്തേക്കുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു പോവേണ്ടതുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 6 എന്ന് പറയുന്നത് വെക്ടർ അനാലിസിസ്, നോം ഇന്നർ പ്രൊഡക്റ്റ്, ലീനിയർ ഡിപ്പെൻഡൻസ് ആണ്. അതിൽ നിന്നും 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ജൂൺ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതും ഹൈ yield ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 7 വെക്ടേഴ്സ് ആൻഡ് മെട്രിസസ്, ഐഗൻ വാല്യൂ, ഐഗൻ വെക്ടർ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. ഇതിൽ നിന്നും 4 ടൈംസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഫ്രീക്വന്റ് ആയിട്ട് ഈ 4 ടേം ആൻഡ് എക്സാമിനേഷനിൽ നിന്നും. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അതും ഹൈ yield കാറ്റഗറിയിലാണ് പെടുന്നത്. സോ ഇത് 3ഉം നന്നായിട്ട് പഠിച്ചു പോവേണ്ടതുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 8 വെക്ടർ ആൻഡ് മെട്രിക്സ്, റെപ്രസെന്റേഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻ, കൺസിസ്റ്റൻസി ആണ്. ആ ഭാഗത്തിൽ നിന്നും 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ജൂൺ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ അത് നമ്മളൊരു മീഡിയം yield ആയിട്ടാണ് കണക്കാക്കുന്നത്. യൂണിറ്റ് 9 ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി 3 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അതും നമ്മൾ മീഡിയം yield ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 10 ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഫങ്ഷൻസ് ഓഫ് ദി ഫങ്ഷൻ ഓഫ് 1 വേരിയബിൾ, MVT, ലോപ്പിറ്റൽസ് ആൻഡ് ഇലാസ്റ്റിസിറ്റി. ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. സോ അത് ഹൈ yield വരിക. ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഡിസംബർ 2025 നെക്സ്റ്റ് യൂണിറ്റ് 11 ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, MRTs. ഈ ഭാഗത്തിൽ നിന്നും 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇതൊരു മീഡിയം yield ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 12 ഇന്റഗ്രൽ കാൽക്കുലസ്, ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ് കൺവേർജൻസ് ആണ്. ഈ ഭാഗത്തിൽ നിന്നും 4 ടൈംസ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇതൊരു ഹൈ yield കാറ്റഗറിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 13 റിയൽ അനാലിസിസ്, സീക്വൻസസ്, ഓപ്പൺ ഓർ ക്ലോസ്ഡ്, സെറ്റ്സ്, ബോൾസാനോ വേർസ്ട്രസ്. ഈ ഒരു ഭാഗത്തിൽ നിന്നും 4 ടൈംസ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതും നമ്മളൊരു ഹൈ yield കാറ്റഗറിയിലാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 14 കാൽക്കുലസ് ഓഫ് സെവറൽ വേരിയബിൾസ്, ടൈലേഴ്സ് തിയറം, ഹെഷ്യൻ, മാക്ലിയോറിൻ. ഈ ഒരു ഭാഗത്തിൽ നിന്നും 7 ടൈംസ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇതും ഡിസംബർ 2025 ലാസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇതൊരു ഹൈ കാറ്റഗറിയിലാണ്, ഹൈ yield കാറ്റഗറിയിലാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 15 മെട്രിക്സ്
സ്പേസ് ആൻഡ് പോയിന്റ് സെറ്റ് ടോപ്പോളജി ആണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. സോ ഇത് നമ്മളൊരു ലോ yield ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 16 ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ മാക്സിമം ഓർ മിനിമ. ഈ ഒരു ഭാഗത്തിൽ നിന്നും 3 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇതൊരു മീഡിയം yield ആയിട്ടാണ് കണക്കാക്കുന്നത്. യൂണിറ്റ് 17 അൺകൺസ്ട്രെയിൻഡ് ആൻഡ് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ്, കുൻടക്കർ ആണ്. ഇതിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് 2 ടൈംസ് ആണ്. ആൻഡ് ഇതൊരു മീഡിയം yield ആയിട്ടാണ് കണക്കാക്കുന്നത്. ജൂൺ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 18 അഡ്വാൻസ് ടോപ്പിക്സ് 1 കോൺവെക്സിറ്റി ക്വാസി കോൺകേവിറ്റി ഇൻഫ്ലെക്ഷൻ നിന്നും 3 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ജൂൺ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇതൊരു മീഡിയം കാറ്റഗറി ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 19 അഡ്വാൻസ് ടോപ്പിക്സ് 2 ലഗ്രേജ് എൻവലപ്പ് ഹോമോതെറ്റിക് ഓയിലർ. ഈ ഒരു ഭാഗത്തിൽ നിന്നാണ്. ഇതിൽ നിന്നും 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് ഹൈ yield കാറ്റഗറി തന്നെയാണ്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 20 ഡിഫറൻസ് ഇക്വേഷൻസ് ഹാരഡോമർ കോബ്വെബിൽ നിന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാത്തതുകൊണ്ട് തന്നെ ഇതൊരു ലോ yield ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 21 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഫസ്റ്റ് ഓർഡർ ഹാരഡോമറിൽ നിന്നും 3 ടൈംസ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഇതൊരു നമ്മൾ ഒരു മീഡിയം yield ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 22 ഇന്റർടെമ്പറൽ ഒപ്റ്റിമൈസേഷൻ 1 കാൽക്കുലസ് ഓഫ് വേരിയേഷൻ ഐസോപെരിമെട്രിക്കിൽ നിന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. സോ ഇതൊരു ലോ yield ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 23 ഇന്റർടെമ്പറൽ ഒപ്റ്റിമൈസേഷൻ 2 ഹാമിൽട്ടോണിയൻ ഒപ്റ്റിമൽ കൺട്രോളിൽ നിന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. സോ ഇതും നമ്മളൊരു ലോ yield ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 24 എക്കണോമിക് ആപ്ലിക്കേഷൻസ് ഓഫ് ഡൈനാമിക് ഒപ്റ്റിമൈസേഷനിൽ നിന്നും ഇതുവരെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. സോ അതും ലോ yield ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 25 പ്രോബബിലിറ്റി തിയറി ആക്സിയംസ് ബയസ് തിയറത്തിൽ നിന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ആൻഡ് ഇതും ഒരു ലോ yield ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 26 പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 1 റാൻഡം വേരിയബിൾ PMF PDF നിന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അതും നമ്മളൊരു ലോ yield ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 27 പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 2 ആണ് ബൈനോമിയൽ പോയിസൺ നോർമൽ. ആൻഡ് ഈ ഭാഗത്തിൽ നിന്ന് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇതൊരു ഹൈ yield കാറ്റഗറിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 28 സാമ്പിളിംഗ് തിയറി സാമ്പിൾ ഡിസൈൻ ബയാസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഇറർ ആണ്. ഇതിൽ നിന്നും 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസംബർ 2025 ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇതും ഹൈ yield കാറ്റഗറി തന്നെയാണ്. എന്തായാലും മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. നെക്സ്റ്റ് യൂണിറ്റ് 29 സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ചൈ സ്ക്വയർ TF-CLT ഈ ഭാഗത്തിൽ നിന്നും ചോദിച്ചേക്കുന്നത് 1 ടൈം ആണ്. ആൻഡ് ഇത് ഡിസംബർ 2024 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതൊരു ലോ yield ആണ് കണക്കാക്കുന്നത്. യൂണിറ്റ് 30 എസ്റ്റിമേഷൻ അൺബയാസ്ഡ്നെസ് ക്യാമറാവോ ഇൻഇക്വാലിറ്റിയിൽ നിന്നും 1 ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 ചോദിച്ചേക്കുന്നത്. ആൻഡ് ഇതും ലോ yield ആണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 31 ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ടൈപ്പ് 1 or 2 ക്രിട്ടിക്കൽ റീജിയൻ P വാല്യൂവിൽ നിന്ന് 4 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇതൊരു ഹൈ yield തന്നെയാണ്. ജൂൺ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഡാറ്റാസിന്റെ തന്നെ ഹീറ്റ് മാപ്പ് ആണ്. ഇതിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നത് യൂണിറ്റ് 14 നിന്നാണ്. പിന്നീട് വന്നത് 19 28 നിന്നാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു 4 ടൈംസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് 5 6 7 10 12 13 അതുപോലെ 27 and 31 നിന്നാണ്. പിന്നെ മീഡിയം yield ഇതൊക്കെ തന്നെ ഹൈ yield ആണ്. ആൻഡ് മീഡിയം yieldൽ വരുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് 8 9 11 16 17 18 21 ഈ ഒരു ഭാഗത്തു നിന്നാണ്. സോ ഹൈ yield യൂണിറ്റ്സ് മസ്റ്റ് ആയിട്ടും ലാസ്റ്റ് മിനിറ്റിൽ നോക്കുന്നവർ പഠിച്ചിട്ട് തന്നെ പോവേണ്ടതുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഡാറ്റയുടെ തന്നെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നോക്കുന്നത്. അതിൽ 7 ടൈംസ് ചോദിച്ചേക്കുന്നത് ടൈലേഴ്സ് തിയറം ആൻഡ് സീരീസ് ആണ്. 6 ടൈംസ് ചോദിച്ചിട്ടുള്ള ലഗ്രേജ് എൻവലപ്പ് ഹോമോതെറ്റിക്കിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് 6 ടൈം ചോദിച്ചിട്ടുള്ളതാണ് സാമ്പിളിംഗ് ഡിസൈൻ ആൻഡ് ബയാസിൽ നിന്ന്. 4 ടൈംസ് ചോദിച്ചേക്കുന്നത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ടൈപ്പ് 1 or 2 P വാല്യൂവിൽ നിന്നാണ്. നെക്സ്റ്റ് 4 ടൈംസ് ചോദിച്ചേക്കുന്നത്
ഐഗൻ വാല്യൂ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് വെക്ടറിൽ നിന്നാണ്. ഇതും 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ആണ് നോക്കുന്നത്. ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ചേക്കുന്നത് എന്നാണ് ഓരോ യൂണിറ്റിലെയും നമ്മൾ നോക്കാൻ പോകുന്നത്. മെട്രിക്സ് ഓൾജിബ്രയിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂസ് ക്രാമേഴ്സ് റൂൾ ടു സോൾവ് എ ഗിവൺ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഓൾസോ ഡിസ്കസ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ഓർത്തഗണൽ ആൻഡ് ഐഡംപൊട്ടന്റ് മെട്രിസസ്. ഈ ഒരു ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വെക്ടർ അനാലിസിസിൽ നിന്ന് ചോദിച്ചേക്കുന്നത് ഫോർ 2 given n tuples ഫൈൻഡ് ദി നോം ഓഫ് ഈച്ച് ദി യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ദിയർ സ്കാലർ ഇന്നർ പ്രൊഡക്റ്റ്. ഡിഫൈൻ ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്സിൽ നിന്നാണ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെർൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആൻഡ് മെട്രിസസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടർ of a given matrix. Also define eigenvalue, eigenvector and characteristic equation. Next, matrix representation of linear equation നിന്നും ചോദിച്ചേക്കുന്നത് test whether a given system of linear equation is consistent or not. Test linear dependency using the augmented matrix and find the relationship if it exists എന്നാണ്. നെക്സ്റ്റ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റിയിൽ നിന്നും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മെൻ ബൈ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ? ഡിസ്കസ് ദി പ്രോപ്പർട്ടീസ് ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്നും 1 വേരിയബിൾ അതിൽ നിന്ന് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂസിംഗ് ലാപിറ്റൽസ് റൂൾ ഇവാലുവേറ്റ് ഗിവൺ ലിമിറ്റ്സ്. ഓൾസോ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദി മീൻ വാല്യൂ തിയറം ആണ്. നെക്സ്റ്റ് ഇന്റഗ്രൽ കാൽക്കുലസിൽ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിഫിനൈറ്റ് ആൻഡ് ഇൻഡെഫിനൈറ്റ് ഇന്റഗ്രൽ. ഡിറ്റർമൈൻ വെദർ എ ഗിവൺ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഈസ് കൺവേർജന്റ് ഓർ ഡൈവേർജന്റ്. ഇഫ് ഡൈവേർജന്റ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. നെക്സ്റ്റ് റിയൽ അനാലിസിസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഗിവ് എക്സാമ്പിൾസ് ഓഫ് സീക്വൻസസ് ദാറ്റ് ആർ ഫൈനൈറ്റ്ലി ഓസിലേറ്ററി, ഡൈവേർജന്റ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി and negative infinity and infinitely oscillatory. State the Bolzano-Weierstrass theorem. Next, calculus of several variable. Taylor നിന്നും ചോദിച്ചേക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ടൈലേഴ്സ് തിയറം ഓഫ് polynomial approximation. Using Taylor's approach, find the Taylor series expansion of f of xyz equals xyz around the point 1, 1, 1. നെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നതിൽ നിന്നും ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമൈൻ വെദർ ദി ഫംഗ്ഷൻ v of xyz equals 3x square minus 2xz plus 3y square minus 3y cube minus z square has a maximum or minimum value. Find its stationary values എന്നാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സെറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതൊന്ന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് അതിലെ ഫസ്റ്റ് സെറ്റ് നമ്മൾ ഹൈ പ്രോബബിലിറ്റി പേപ്പർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കൊരു 3 hours എടുത്തിട്ട് ഇതിൽ നിന്നും ഈ ചോദിച്ചതിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓരോന്നിനും 20 മാർക്സ് വീതമായിരിക്കും നിങ്ങൾക്ക് മാർക്സ് ലഭിക്കുന്നത്. സോ ഓരോന്നും നിങ്ങൾ സെറ്റ് എയിലെ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ എ വരുന്നത് യൂസ് ക്രാമേഴ്സ് റൂൾ ടു സോൾവ് 2x plus 3y minus z equals 5, x minus y plus 2z equals 6, 3x plus y plus z equals 8. Next, അതിൽ ബി വരുന്നത് explain the properties of orthogonal and idempotent matrices with examples. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് ടൈലേഴ്സ് തിയർ ആണ്. അതിൽ ബി വരുന്നത് ഫൈൻഡ് ദി ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ഓഫ് വൈ അപ് ടു സെക്കൻഡ് ഓർഡർ ടേം അറൌണ്ട് 0, 0. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് അതിൽ എ വരുന്നത് മാക്സിമൈസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽസ് എക്സ് പ്ലസ് 2y സബ്ജക്ട് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് 5 യൂസിങ് ലഗ്രേഞ്ച്
multiplier. Next B question വരുന്നത് explain envelope theorem for constraint optimization. Fourth question അതില് discuss the purpose and procedure of hypothesis testing, distinguish between type 1, type 2 error, critical region and p-value approach. അതിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് ദി മെട്രിക്സ് എ ഈക്വൽസ് 4 1 2 മെട്രിക്സ് ഓഫ് 4 1 2 3 എന്നുള്ളതാണ്. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ വരുന്നത് ചെക്ക് കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 അറ്റ് എക്സ് ഈക്വൽസ് 1 ആൻഡ് ഡിസ്കസ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ളതാണ്. നെക്സ്റ്റ് സെവൻത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഫ്രം 0 to 1 ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഡി എക്സ് യൂസിങ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുള്ളതാണ്. നെക്സ്റ്റ് എയ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ സ്റ്റാൻഡേർഡ് ഇറർ, വൈ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്, give its formula for sample mean and sample proportion. Ninth question വരുന്നത് solve the Hardomer difference equation y at t plus 1 equals 1 plus s over v into y at t and obtain y at t in terms of y0. Next 10th question വരുന്നത് prove the Poisson distribution is a limiting case of binomial distribution when n tends to infinity, p tends to 0 and np equals lambda. 11th question വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. അതിൽ രണ്ടെണ്ണമാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓരോന്നിനും 6 മാർക്സ് വീതമായിരിക്കും ഉണ്ടാവുക. അതിലൊന്ന് മീൻ വാല്യൂ തിയറം, ബി ബാൽസാനോ വാർസ്ട്രസ് തിയറം, സി ക്രാമർ-റാവോ ഇനീക്വാലിറ്റി ആൻഡ് ഡി ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ. അപ്പം സെക്ഷൻ ബിയിൽ നിന്നും നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം 7 ക്വസ്റ്റ്യൻസിൽ നിന്നും. ആൻഡ് സെക്ഷൻ എയിൽ നിന്നും നിങ്ങൾ 4 ക്വസ്റ്റ്യൻസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. ആൻഡ് ആദ്യത്തെ സെക്ഷൻ എയിൽ നിന്നും നിങ്ങൾക്ക് 20 മാർക്സ് ആയിരിക്കും ഓരോന്നിനും ഉണ്ടാകും. സെക്ഷൻ ബിയിൽ 12 മാർക്സ് ആയിരിക്കും ഓരോന്നിനും ഉണ്ടാകും. ആൻഡ് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്തു നോക്കുക. ഫസ്റ്റ് ഒരു 3 hours ടൈം എടുത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു എക്സാം പോലെ നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് സെറ്റ് ബിയും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സർപ്രൈസ് റെഡി പേപ്പർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ സെയിം തന്നെയാണ് 20 മാർക്സ്. സെക്ഷൻ എയിൽ നിന്നും 20 മാർക്സ് ആൻഡ് സെക്ഷൻ ബിയിൽ നിന്നും 12 മാർക്സ് ആണ്. സെക്ഷൻ എയിൽ നിന്നും 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ആൻഡ് സെക്ഷൻ ബിയിൽ നിന്നും 5 ആണ് ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് ടോട്ടൽ 3 hours തന്നെയാണ്. ഇപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ, ഗിവ് മെട്രിക്സ് എ ആൻഡ് ഫൈനൽ ഡിമാൻഡ് ഡി, എക്സ്പ്ലെയിൻ എക്കണോമിക് മീനിങ് ഓഫ് എൻട്രീസ്, കോളം സംസ്, റോ സംസ് ആൻഡ് സോൾവ് ഫോർ ഔട്ട്പുട്ട് ലെവൽസ് യൂസിങ് ക്രാമേഴ്സ് റൂൾ എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ ഐസോപെരിമെട്രിക് പ്രോബ്ലം. അതിൽ എ ആണ്. നെക്സ്റ്റ് ബി വരുന്നത് ഫൈൻഡ് ദി എക്സ്ട്രീമൽ ഫോർ ദി ഫംഗ്ഷൻ ജെ ഓഫ് എക്സ് ഈക്വൽസ് ഇന്റഗ്രൽ ഫ്രം 0 to 2 ഓഫ് 2x ഡാഷ് സ്ക്വയർ പ്ലസ് 24x ഇൻറ്റു ടി ഡി ടി വിത്ത് എക്സ് ഓഫ് 0 ഈക്വൽസ് 0, എക്സ് ഓഫ് 2 ഈക്വൽസ് 2. നെക്സ്റ്റ് സെക്ഷൻ എയിലെ തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് discuss features of chi-square, t and f distribution. State when each is used in hypothesis testing. Next fourth question വരുന്നത് consider minimized integral from 0 to 1 x of t square plus u of t square dt subject to dx by dt equals u of t, x of 0 equals 1, derive the Hamiltonian and solve എന്നാണ്. നെക്സ്റ്റ് സെക്ഷൻ ബിയിൽ 12 മാർക്സ് ആണ് ഓരോന്നിനും. അതിൽ 5 നിങ്ങൾ ചൂസ് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യുക. അതിൽ ഫസ്റ്റ് വൺ അതായത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് എക്സാമിൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽസ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 5y ഫോർ മാക്സിമ ആൻഡ് മിനിമ. സെക്ഷൻ ബിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് സിക്സ്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഷോ ദാറ്റ് ഇഫ്
x1 to xn is a random sample from normal distribution with mean mu and variable 1, then 1 over n times the sum of xi squared is an unbiased estimator if mu squared plus 1 എന്നുള്ളതാണ്. സോ അതിൽ 7th ക്വസ്റ്റ്യൻ വരുന്നത് derive the Euler-Lagrange equation for a functional of the form j of x equals integral f of t x x dash dt. നെക്സ്റ്റ് സെക്ഷൻ ബിയിലെ 8th ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദി സെൻട്രൽ ലിമിറ്റ് തിയറം CLT ഗിവ് വൺ എക്കണോമിക് ആപ്ലിക്കേഷൻ. 9th ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ കോൺകേവ് ആൻഡ് കോൺവെക്സ് ഫംഗ്ഷൻ പ്രൂവ് ദാറ്റ് എനി ലോക്കൽ മാക്സിമം ഓഫ് എ കോൺകേവ് ഫംഗ്ഷൻ ഓൺ എ കോൺവെക്സ് സെറ്റ് ഈസ് എ ഗ്ലോബൽ മാക്സിമം. 10th ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹോമോതെറ്റിക് ഫംഗ്ഷൻ ഡിറൈവ് ദി ഹോമോജീനിറ്റി ഓഫ് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. 11th ക്വസ്റ്റ്യൻ വരുന്നത് ഷോർട്ട് നോട്ട്സ് എഴുതാനാണ്. 2 എഴുതേണ്ടത്, ഓരോന്നിനും 6 മാർക്സ് വീതമായിരിക്കും. ഒന്നാമത്തേത് ഓയിലർ ലഗ്രേഞ്ച് ഇക്വേഷൻ ആണ്. രണ്ടാമത്തേത് സെൻട്രൽ ലിമിറ്റ് തിയർ ആണ്. മൂന്നാമത്തേത് ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ ആണ്. നാലാമത്തേത് ക്രാമർ റാവോ ഇൻഇക്വാലിറ്റി ആണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഒരു ആൻസർ എഴുതാം, ആൻസറുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നോക്കാവുന്നതാണ്. അതിൽ നമ്മൾ ആദ്യം നമുക്ക് 20 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യന് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഒരു 500 to 600 വേർഡ്സിലാണ്. അതിൽ നമുക്കൊരു ഇൻട്രോ ഉണ്ടായിരിക്കണം, ബോഡി ഉണ്ടായിരിക്കണം ആൻഡ് കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ഇൻട്രോ എന്ന് പറയുന്നത് എന്താണ് ആ കോൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ ഒരു 2-3 സെന്റൻസിൽ നല്ല വ്യക്തമായിട്ട് നന്നായിട്ട് എഴുതി കൊടുക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് ബോഡി പാർട്സിലേക്ക് വരുമ്പം അതിൽ വരുന്ന ഒരു 4 to 6 പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് അതിന് ഓരോന്നിനും ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുത്ത് അതിൻ്റെ കൂടെ എക്സാമ്പിൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ബോഡി പാർട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നല്ലൊരു രീതിയിൽ 2-3 സെന്റൻസിൽ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്, ആ ഒരു കോൺസെപ്റ്റ് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മുടെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മോഡലായിരിക്കണം എഴുതാൻ, ഇൻട്രോ, ബോഡി ആൻഡ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ് ആണ്. ഇതിൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ആ ഒരു തിയറി ക്ലിയർലി നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഹൂ ആൻഡ് വാട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അതിൻ്റെ കോർ കോമ്പോണൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ SLMലുള്ള ടെർമിനോളജി ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതുപോലെ ലിമിറ്റേഷൻസും ക്രിറ്റിസിസും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു തിയറിയുടെ ലിമിറ്റേഷൻസ് എന്താണ്, ക്രിറ്റിസിസം എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് മോഡേൺ പ്രാക്ടീസ് ആയിട്ട് അതൊന്ന് കണക്ട് ചെയ്യുക, റിലേറ്റഡ് തിയറീസ് ആയിട്ടൊക്കെ അതൊന്ന് കണക്ട് ചെയ്ത് പറയേണ്ടതുണ്ട്. നെക്സ്റ്റ് ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്കസും എക്സ്പ്ലെയിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡിസ്കസ് എന്നും കാണാം, എക്സ്പ്ലെയിൻ എന്ന് കാണാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡിസ്കസ് എന്ന് പറയുമ്പോൾ അതിനൊരു ബാലൻസ്ഡ് അനാലിസിസ് ആണ്. അതിൽ മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ തന്നെ മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ പ്രോസ് ആൻഡ് കോൺസും ട്രൈഡ് ഓഫ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഒരു ഡിസ്കസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന് എഴുതേണ്ടത്. ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ് അതിൽ വരുന്നത്. ഇനി എക്സ്പ്ലെയിനിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൽ കറക്റ്റ് ക്ലാരിറ്റി കൊടുക്കണം. ഡീപ്പായിട്ട് തന്നെ നല്ല ഡെപ്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ കോമ്പോണൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഓരോന്ന് തമ്മിലുള്ള ഇന്റർ കണക്ഷൻസും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ടൈം മാനേജ്മെന്റ് ഡ്യൂറിങ് ദി എക്സാം ആണ്. ടൈം എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ഈ ഒരു 3 hours എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ 5 minutes നമ്മൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കാൻ തന്നെ എടുക്കുക. അതിൽ ഏറ്റവും മോസ്റ്റ് കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഫസ്റ്റ് എക്സാം ആൻസർ എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. അതിനാണ് നമ്മൾ ആദ്യത്തെ ഒരു 5 minutes കൊടുക്കേണ്ടത്. നെക്സ്റ്റ് 30 minutes എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ആൻസറും എഴുതാൻ വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്. അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുക. നെക്സ്റ്റ് ഒരു 60 minutes നമ്മൾ ഓരോന്നിനും നമ്മൾ ആൻസർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും കൊടുക്കേണ്ടതുണ്ട്. അതിന് ക്ലാരിറ്റി ഉണ്ട്, ആ ഒരു ആൻസർ ക്ലാരിറ്റി ഉണ്ട്, എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ട്, എന്തെങ്കിലും കറക്ഷൻ കൊടുക്കണം, വേർഡ് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6 months വീതം കൊടുക്കണം. ആൻഡ് ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള 15 minutes നമ്മൾ ഓവറോൾ ആൻസറിന്റെ ഒരു റിവ്യൂ ആണ്, ഫൈനൽ റിവ്യൂ ആണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെറിയ കറക്ഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ പോയിട്ട് ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാന്ന് വിചാരിക്കരുത്, നമ്മൾ ചെയ്യാൻ
നിൽക്കരുത്, കാരണം നമുക്ക് ടൈം ഒന്നും തികയില്ല. സോ നമ്മൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിലും മാത്രം ആ ഒരു 5 മിനിറ്റ്സ് 15 മിനിറ്റ്സ് നമ്മൾ ചെയ്യാവുന്നതാണ്, റീറൈറ്റ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ പ്രാക്ടീസ് സെറ്റ് എ ആണേലും ബി ആണേലും ഒക്കെ തന്നെ ഇതിൻ്റെ ഒക്കെ ആൻസർ നമ്മുടെ ആപ്പിൽ ലേൺവൈസിൻ്റെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക്. ആൻഡ് ഈ ഒരു ബുക്ക്ലെറ്റ് PYQA ബുക്ക്ലെറ്റിന്റെ കംപ്ലീറ്റ് ആൻസറും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ പേഴ്സണലൈസ്ഡ് ഗൈഡും ആൻസർ എങ്ങനെ എഴുതണം ആൻഡ് ആൻസറുടെ എക്സാം സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഗൈഡൻസ് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സും നിങ്ങൾക്ക് അഡീഷണൽ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു നമ്മുടെ ലേൺവൈസിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഈ സെറ്റ് എയുടെയും സെറ്റ് ബിയുടെയും ഫുൾ ആൻസർ അവൈലബിൾ ആയിട്ടുണ്ടാവും. PYQAയുടെ ബുക്ക്ലെറ്റ് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ആൻഡ് ആൻസർ എങ്ങനെ എഴുതണം, എങ്ങനെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും, ഒരു മെന്റൽ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ആൻഡ് ലേൺവൈസിന്റെ അഡ്വാൻസ്ഡ് ലേണിംഗ് എക്കോസിസ്റ്റം നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൾ ത്രൂ ഓർ വാട്സ്ആപ്പ് മെസ്സേജിലാണെങ്കിലും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. 7592939616 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ടീം നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാമിനേഷൻ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.